ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പാക്കുന്നതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ വീഴ്ച സംഭവിച്ചെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും നടപ്പാക്കി തുടങ്ങണമെന്ന നിർദ്ദേശം 100-ലേറെ പള്ളികൾ മാത്രമാണ് നടപ്പാക്കിയതെന്ന് സിനഡാനന്തര സർക്കുലറിൽ മാർ തട്ടിൽ പറയുന്നു. മറ്റു പള്ളികൾ ഇക്കാര്യത്തിൽ പുലർത്തുന്ന വൈമുഖ്യത്തെ ന്യായീകരിക്കാനാവില്ലെന്നും ഇത് കുറ്റകരമായി കണ്ട് നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് മുന്നറിയിപ്പ് നൽകി. ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പാക്കുന്നതിൽ പള്ളികളിൽ ആത്മാർത്ഥമായ സമീപനം പ്രകടമായില്ലെന്ന പരാതിയുണ്ടെന്ന് മാർ തട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സീറോ മലബാർ സഭ സിനഡാനന്തര സർക്കുലറിൽ ഏകീകൃത കുർബാന അർപ്പണത്തെക്കുറിച്ച് മേജർ ആർച്ച് ബിഷപ്പിന്റെ വിലയിരുത്തൽ ഇങ്ങനെ: നമ്മുടെ സഭയുടെ ഏകീകൃത കുർബാന ക്രമം എല്ലാ രൂപതകളിലും നടപ്പിലാക്കാനുള്ള 2021-ലെ സിനഡ് തീരുമാനം സഭയിലുടനീളം മാറ്റമില്ലാതെ തുടരുന്നതാണ്. എന്നാൽ ഈ തീരുമാനം പൂർണ്ണമായും നടപ്പിലാക്കാൻ ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഏറെ ദുഃഖകരമാണ്. സിനഡ് തീരുമാനം നടപ്പിലാക്കാനുള്ള അജപാലനപരമായ പ്രതിസന്ധികൾ നിലനിൽക്കുന്നതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ മനസ്സിലാക്കാനും പിതൃസഹജമായ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനുമാണ് സിനഡ് ശ്രമിച്ചത്. ഇതിന്റെ ഭാഗമായി ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ ചൊല്ലിത്തുടങ്ങുന്ന പള്ളികളിലെ വൈദികർക്ക് സഭാപരമായ നടപടികളിൽ നിന്ന് താൽക്കാലികമായി ഇളവ് നൽകുമെന്ന് അറിയിച്ചിരുന്നു. ഏകീകൃത കുർബാനയർപ്പണം അതിരൂപത മുഴുവനിലും നടപ്പിലാക്കാനായി ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള സാവകാശമായിട്ടാണ് ഈ ഇളവ് നൽകിയത്. ഈ നിർദ്ദേശം 100-ലധികം പള്ളികളിൽ നടപ്പിലായെങ്കിലും അതിരൂപതയിലെ മറ്റു പള്ളികൾ ഇക്കാര്യത്തിൽ പുലർത്തുന്ന വൈമുഖ്യത്തെ യാതൊരു വിധത്തിലും നീതീകരിക്കാനാവില്ല. ഇത്തരം നിലപാടുകൾ കുറ്റകരമായി കണ്ട് നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഏകീകൃത കുർബാനയർപ്പണ രീതി നടപ്പിലാക്കിയ പള്ളികളിൽ പലതിലും ആത്മാർത്ഥമായ സമീപനം പ്രകടമായില്ല എന്ന പരാതി നിലവിലുണ്ട്. ഒരുമിച്ച് നടക്കാനുള്ള സിനഡിന്റെ പരിശ്രമങ്ങളെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി സഹകരിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോടും സമർപ്പിതരോടും അൽമായരോടും സിനഡ് ആവശ്യപ്പെടുകയാണ്. ഏറെ വെല്ലുവിളികൾക്കിടയിലും അപ്പസ്തോലിക ധീരതയോടെ സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കിയ വൈദികരെയും ഇടവകകളെയും സിനഡ് ആദരപൂർവ്വം സ്മരിക്കുന്നു. അതിരൂപതയിൽ സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കാനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവിന് നൽകിയിട്ടുണ്ട്. ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളോട് എല്ലാവരും സർവാത്മന സഹകരിക്കണമെന്ന് സിനഡ് ആവശ്യപ്പെടുന്നു.